قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലിലെ 8-ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. നബി, അങ്ങ് അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുകയും പരിപൂർണനായി ഏകാഗ്രചിത്തനായി അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യണം, മുറിഞ്ഞടുക്കുകയും ചെയ്യണം. തബത്തുലിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ചയുണ്ടായിരുന്നത്. അള്ളാഹുവിലേക്ക് പരിപൂർണമായി ചെല്ലുക, മറ്റെല്ലാ ചിന്തകളും മനസ്സിന് ഒഴിവാക്കുക. ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ ശരിയായ തബത്തുൽ ഉണ്ടാവാൻ 4 ഘട്ടങ്ങൾ വേണം എന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ അവസാനമായി പറഞ്ഞു വെച്ചു. ആ 4 ഘട്ടങ്ങളാണ് നമ്മളിവിടെ എണ്ണുന്നത്. 1, ഖത്ഉ റഗ്ബത്തിൻ നഫ്സ് ഫിൽ മദ്ഹി, പുകഴ്ത്തുക എന്ന വിഷയം, അതിനെക്കുറിച്ച് നമ്മൾ താല്പര്യം ഒഴിവാക്കുക. എന്നെ ആരെങ്കിലും പുകഴ്ത്തണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാതിരിക്കുക. മനസ്സിലാവുണ്ടോ? പുകഴ്ത്തുക എന്ന വിഷയത്തിൽ തീരെ താല്പര്യമില്ലായിരിക്കും. നമ്മൾ വേറെ ആരെങ്കിലും പുകഴ്ത്തുന്നില്ല, നമ്മളാരെങ്കിലും പുകഴ്ത്തുക. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. എന്താ പോലും നന്നായി എന്ന് പറയാത്ത, ഒരു താങ്ക്സ് പറയാത്ത, ഞങ്ങൾ അത് ചെയ്ത് ഉഷാറായി എന്ന് പറയാത്ത. മദ്ഹിലുള്ള താല്പര്യം നമ്മൾ ഒഴിവാക്കുക, മദ്ഹ് ഇഷ്ടപ്പെടാതിരിക്കുക. അപ്പോൾ നമുക്ക് മദ്ഹ്, നമ്മളാരെങ്കിലും പുകഴ്ത്തിയാലും പുകഴ്ത്താതിരുന്നാലും, ആക്ഷേപിച്ചാലും കുറ്റം പറഞ്ഞാലും കുറ്റം പറയാതിരുന്നാലും നമുക്ക് ഒക്കെ സമമാണ്. പുകഴ്ത്തിയാലോ ഒരു 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 മാനസിക നില, പുകഴ്ത്തായിരുന്നാലേ ഓപ്പൻ്റെപ്പനോടൊന്നും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാതിരിക്കുക. അതെ, സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാകണമാണ്. ഒഴിവാക്കാൻ കുറച്ച് പണിയാണ്. തബത്തുൽ ചെയ്യുകയാണെങ്കിൽ ഇത് വേണം. മദ്ഹിനോടുള്ള പ്രേമം, പുകഴ്ത്തലിനോടുള്ള സ്നേഹം നമ്മൾ ഒഴിവാക്കുക. എന്നാരെങ്കിലും പുകഴ്ത്തണമെന്ന് താല്പര്യം ഒഴിവാക്കാൻ തന്നെ ചുരുക്കം. പുകഴ്ത്താലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ എനിക്ക് ചെയ്യാനുള്ള ചെയ്യും എന്നുള്ളൊരു ലെവലിൽ മനുഷ്യൻ പോവുക. രണ്ടാമത്തേത് പ്രസിദ്ധി, അതല്ലെങ്കിൽ ആളുകൾ കാണുക. ഈ 2 വിഷയവും നമ്മൾ ഒഴിവാക്കുക. പ്രസിദ്ധി വേണം, എന്നെല്ലാവരും ഒന്ന് അറിയണം, ഫേമസ് ആവണം, 4 ആൾ അറിയണം. അതേപോലെ ഞാൻ ചെയ്യുന്ന ആളുകൾ കാണണം, ഞാൻ ഭയങ്കരമാണെന്ന് ആൾക്കാർ വിചാരിക്കണം. അത് പാടില്ല. റിയാ എന്ന് നമുക്കൊരു ലെവലിൽ പറയാം. ഷുഹൂറത്തും റിയാവും ഒഴിവാക്കുക. ഷുഹൂറത്ത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി, എങ്ങനെയെങ്കിലും ഫേമസ് ആകാൻ, തലകുത്തി മറിഞ്ഞിട്ടെങ്കിലും ഫേമസ് ആകാൻ നടക്കുന്ന ആൾക്കാരാണ് ഇപ്പം എന്നുള്ളത്. അത് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്തത് ഇട്ടിട്ട് ചിലപ്പോൾ പൊട്ടത്തെറ്റേക്കാർ അല്ലെങ്കിൽ മഹാമോശക്കാർ, എന്നാലും ഫേമസ് അഹമ്മദി എന്നുള്ള ഒരു ലെവലിലാണ് ആളുകൾ എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കിയാലേ തബത്തുൽ ചെയ്യാൻ പറ്റുള്ളൂ. 2 പറഞ്ഞില്ലേ, മദ്ഹ് ഒഴിവാക്കുക, ഷുഹറത്തും റുയത്തുന്നാസും ഒഴിവാക്കുക. 3-ാമത്തേത് നേതൃത്വ പദവി ആഗ്രഹിക്കാതിരിക്കുക. അത് ദീനിലാവട്ടെ ദുന്യാവിലാവട്ടെ എപ്പോഴും നേതൃത്വത്തിലേക്ക് വരാതിരിക്കാൻ ഇങ്ങനെ മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടാവുക. സാധാരണ ആൾക്കാർക്ക് എന്നെ ബന്ധു സെക്രട്ടറി ആക്കില്ല, എന്നെ പ്രസിഡൻ്റ് ആക്കില്ല, ഞാൻ ഇത്തിരി കാലം പ്രവർത്തിക്കണതല്ല, എനിക്കെന്തേപ്പോൾ MLA ടിക്കറ്റ് തന്നില്ല, അല്ലെങ്കിൽ മറ്റേ MP സ്ഥാനത്തിന് മത്സരിക്കാനുള്ള ടിക്കറ്റ് തന്നില്ല പാർട്ടി, അല്ലേ, ചെറിയ ലോക്കൽ കമ്മിറ്റികളാണെങ്കിൽ അത് തന്നില്ല, പള്ളിയുടെ കമ്മിറ്റികളാണെങ്കിൽ ഇന്നത്തെ പേര് മെമ്പറാക്കില്ല, ഇന്നത്തെ സെക്രട്ടറി ആക്കില്ല. ഇങ്ങനെ ഒരു ചിന്തയാണ് മനുഷ്യന്മാർക്ക് പൊതുവെ ഉള്ളത്. തബത്തുലിന് എതിരാണ്, നടക്കൂല. ഇത്തരം ഇമാറത്ത് അല്ലെങ്കിൽ റിയാസത്ത്, ഇമാറത്തും റിയാസത്തും എന്ന് പറഞ്ഞാൽ നേതൃപദവി, നമ്മൾ പാർലമെൻ്ററി മോഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതിനിപ്പോൾ ദീനികമായ കാര്യങ്ങൾ, അതാണ് പള്ളി കമ്മിറ്റി ഞാൻ പറഞ്ഞു, ദുന്യവിയായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമോ മറ്റെന്തോ ഏതോ വിഷയങ്ങളിലാവട്ടെ, ക്ലബിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ, നമ്മളെ അലുമിനിയുടേതോ പ്രസിഡൻറ്റോ സെക്രട്ടറി ഇന്നെന്തേ ആക്കിയില്ല, അങ്ങനെ എളുപ്പുന്ന ആൾക്കാർ എന്നോടൊപ്പം എന്തേ ദ്വാരക്കാൻ പറഞ്ഞില്ല, എന്നെപ്പം എന്താ സ്റ്റേജിലേക്ക് വിളിച്ചില്ല, ഞാൻ ഇപ്പം എന്താ സ്റ്റേജിൽ ഇരിക്കാൻ മാത്രമുള്ള ആളാണെന്നുള്ള മൂപ്പര ധാരണയുടെ ഒരു ഉള്ളു പറയുന്നത് അതാണല്ലോ. എന്നോടെന്തേ ദ്വാരക്കാൻ പറഞ്ഞില്ല, ഞാൻ അത്യാവശ്യം ദ്വാരക്കാൻ കഴിവുള്ള ആളാണല്ലോ, ഞാൻ അതിന് യോഗ്യത ഉള്ള ആളാണല്ലോ. ഇന്നിപ്പം എന്താ സ്റ്റേജിലേക്ക് വിളിച്ചില്ല, അതിൻ്റെ അർത്ഥം എന്താ, ഞാൻ അതിന് സ്റ്റേജിലേക്ക് ഇരിക്കാൻ പറ്റുന്ന ആളാണല്ലോ. ഇതന്നെ എനിക്ക് കിബ്ർ എന്ന് പറഞ്ഞത്. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല.
ഇങ്ങനെ ഒരു നേതൃപദവി ഇമാറത്തും റിയാസത്തും മോഹിക്കാനും പാടില്ല. അതേസമയം ആ മനുഷ്യൻ ദ്വാരക്കേണ്ടത് എന്തിനാ? അയ്യജഅലഹുലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹു തആല ദ്വാരക്കാൻ പറഞ്ഞാണ്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഉണ്ടോ? മുത്തഖീങ്ങൾക്ക് ഇമാമാക്കിയാണെന്നേ അതിന് നേർന്നോളി. അത് ഭയങ്കര പദവിയാണ്. മുത്തഖീങ്ങളെ ആൾക്കാർ മുന്നിൽ നിൽക്കാൻ, അതിങ്ങനെ കൊടിയും പിടിച്ച് മുന്നിൽ നിന്ന് ജയിച്ചിങ്ങനെ ചിന്താവാദം പിടിച്ച് പോകാന്നല്ല പറഞ്ഞൊരു അർത്ഥം. അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വലിയൊരു സ്ഥാനമാണ്. മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇമാമായി മാതൃകയാകാൻ പറ്റുന്ന, അവർക്ക് മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇമാമാകാന്ന് പറഞ്ഞാൽ പിന്നെ അതിലേറെ വേറെ വലിയ സ്ഥാനമുള്ളത്. ആഖിറത്ത് രക്ഷപ്പെടാനുള്ള വഴിയാണ് അതൊക്കെ. അത് ദുആ ചെയ്യാം. അതല്ലാതെ ഇവിടെയുള്ള മറ്റുള്ള റിയാസത്തോ ഇമാറത്തോ ആഗ്രഹിക്കാതിരിക്കുക. കാരണം അതിന് നിന്നാൽ പിന്നെ ഇതിന് പറ്റൂല, തബത്തുലുണ്ടാവില്ല, പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. സ്വാഭാവികമല്ലേ? പൊതുപ്രവർത്തനം വേണ്ടെന്നല്ലേ പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാലാമത്തെ ഒരു വിഷയം, നാലാമത്തെ സ്റ്റെപ്പ് തബത്തുലുണ്ടാവാൻ നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? പിന്നെ എപ്പോഴും ഇങ്ങനെ ഞാൻ ടോപ്പിൽ നിൽക്കണം എന്നൊരു ചിന്ത ഒഴിവാകുക. മനസ്സിലാണ്ടോ? എപ്പോഴും ടോപ്പിൽ ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ കീഴിൽ ഇങ്ങനെ ആവണം, ഞാൻ പറഞ്ഞത് കേൾക്കാൻ കുറേ ആൾക്കാരുണ്ടാവണം, പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കുറച്ച് കൂട്ടം ആളുകൾ ഉണ്ടാവണം. ആ ഒരു ചിന്തയും ഒഴിവാകണം. റഗബത്തു നഫ്സി ഇലൽ ഉലൂവി ഫിൽ അർളി, മനുഷ്യൻ്റെ മനസ്സിന് താല്പര്യം ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ ടോപ്പായി ഇങ്ങനെ നിൽക്കാൻ, എപ്പോഴും മുകളിൽ നിൽക്കാൻ, അടിയിൽ കുറേ ആൾക്കാരുണ്ടായി നിൽക്കാൻ. ഈ ചിന്തയും ഒഴിവാക്കണം. ഒരാളുകളും അങ്ങനെയാണല്ലോ, കീഴിലുള്ള കീഴൊരു 4-5 ആൾക്കാരില്ലെങ്കിൽ അവർക്കൊരു സുഖവും സമാധാനം ഉണ്ടാവും. എന്നിട്ട് ഓരോ 4 തെറി എപ്പോഴും പറയണം. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. ചില സൂപ്പർവൈസർമാർ, അല്ലെങ്കിൽ ചില മാനേജർമാർ, ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, താഴെ ആൾക്കാർ 4-5 പറഞ്ഞില്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാവില്ല. നേരെ ചൊവ്വ അവരോട് പെരുമാറില്ല. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിന്നെന്താണ് പറയുക, ഇങ്ങനെ ഒരു ആജ്ഞാശക്തി, അതല്ലെങ്കിൽ കൽപ്പിച്ചുകൊണ്ട് നിൽക്കണം, എപ്പോഴും ഞാനിങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ മേലെ നിൽക്കണം എന്നൊരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല. നല്ല ഗുണങ്ങളിൽ മേലെ ആവരുതെന്നല്ല ഈ പറഞ്ഞത് കേട്ടോ. ഇത്തരം ചില വിഷയങ്ങൾ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? എപ്പോഴും ഇങ്ങനെ എന്താണ് പറയുക, ഞാൻ വലിയ ആളായി ഇങ്ങനെ നടക്കണം എന്നുള്ള ഒരു ചിന്ത ഒഴിവാവണം. അപ്പോൾ ഈ 4 കാര്യങ്ങളും അടിസ്ഥാനപരമായി ഒഴിവാക്കിയാലേ തബത്തുൽ എന്ന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോഴേ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിന് വരുള്ളൂ. അള്ളാഹുക്ക് അപ്പോഴേ പൂർണ്ണമായിട്ട് ഇബാദത്തിരിക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഒക്കെ കഥക്ക് അങ്ങനെയാണ്. മഹദിയൊക്കെ ആ രൂപത്തിൽ തബത്തുൽ ചെയ്തിട്ടാണ് കുല്ലമാ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ, ആലു ഇമ്രാനിൽ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ എപ്പോഴും മിഹ്റാബിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവിടെ പഴങ്ങളുണ്ടാവും. അങ്ങനെയാണ് ആ പഴങ്ങൾ കിട്ടുന്ന അവസ്ഥയിലേക്ക് മഹദി എത്തിയത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടല്ലോ, ഫിർഔനിന്റെ ഭാര്യയാണ് നമ്മൾ പറഞ്ഞല്ലേ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഇതേപോലെ കൃത്യമായി അള്ളാഹുവിലേക്ക് മുറിഞ്ഞടുത്ത മഹദിയാണ്. കൊട്ടാരത്തിലാണ് താമസം. പുതിയാപ്പിള രാജ്യം ഭരിക്കുന്ന രാജാവാണ്. ഞാൻ വലിയ റബ്ബാണെന്ന് പറഞ്ഞു നിൽക്കുന്ന വലിയ കിങ്കരനാണ്. സർവ്വ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും എമ്പോഴുമുണ്ട്. കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ട്, പണിക്കാരുണ്ട്, തോഴിമാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കണ്ടോ, ഈ പറയപ്പെട്ട 4 ഘടകങ്ങളും ഒഴിവാക്കിയിട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് അടുത്തു. സ്ഥാനം വേണ്ട, മാനം വേണ്ട, രാജാവ് സ്ഥാനമോ മാനങ്ങളോ രാജാവോ രാജ്യമോ ഭരണമോ തോഴിമാരോ ഒന്നും വേണ്ട. എത്ര സുഖമായിട്ട് കഴിയായിരുന്നു ആസിയ ബീവി റളിയല്ലാഹു അൻഹക്ക്. പക്ഷെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ റബ്ബിനോട് അടുത്തൊരു പേര്, അവിടെ ഇങ്ങനെ ഒരു വീട് എനിക്ക് വേണം എന്നാണ് ആസിയ ബീവി പറഞ്ഞത്. സൂറത്ത് തഹരീമിലെ 11 പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. നോക്കാം നിങ്ങൾ, എത്രയോ കടുത്ത ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ആസിയ ബീവി പറഞ്ഞ എന്താ, എനിക്കെന്താ വേണ്ടതെന്നറിയോ? റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ, നിൻ്റെ അടുക്കൽ എനിക്കൊരു വീട് സ്വർഗത്തിൽ വേണം കേട്ടോ. നിൻ്റെ അടുത്ത് എനിക്ക് വീട് വേണം സ്വർഗത്തിൽ വീട് വേണമെന്നല്ല, നിൻ്റെ അടുത്ത് എനിക്ക് സ്വർഗത്തിൽ വീട് വേണം, നിന്നെ എപ്പോഴും കാണണം. അതാണ് മുറിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ. എനിക്ക് തബത്തുലാണത്, ശരിക്കുള്ള തബത്തുലാണത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തതുപോലെ അല്ലേ, നമുക്കൊക്കെ അറിയാം. വല്ലട്ടൊഴിഞ്ഞ് പോയി എല്ലാ രാജാവും രാജഭരണവും ഒക്കെ മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് ഇട്ടെറിഞ്ഞ് ഓടിപ്പോയില്ലേ അള്ളാഹിൻ്റെ അടുത്തേക്ക്. തബത്തുലാണത്. അപ്പോൾ വതബത്തൽ ഇലൈഹി തബ്തീല, ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവിടെ തെറ്റിദ്ധരിക്കണ്ട. ദുനിയാവിനോടുള്ള ബന്ധം ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ചുറ്റുള്ളതും ഒന്നും കാണാതിരിക്കാന്നോ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതുമല്ല.
ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കാനാണ്. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടാവും, അത് നമ്മൾ ചെയ്യണം. ഭാര്യമാരെ കടപ്പാട് വീട്ടണം, കുടുംബം ഉണ്ടാവും, ആ കുടുംബത്തിന് കടപ്പാട് വീട്ടണം. ഇനിയിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ സമൂഹമായി കടപ്പാടണം, അത് ചെയ്യണം. ഒരാളെ ഇടങ്ങാറാകാൻ പോവാണ്, ഒരാളെ ബുദ്ധിമുട്ടാകാൻ പോവാണ്, ഒരാളെ കഷ്ടപ്പെടണം, പ്രയാസപ്പെടാണ്. ഞാൻ തപത്തിലാണ്, ദുനിയാവിൻ്റെ ചിന്ത നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് റബ്ബിൻ്റെ കടത്താളാന്ന് പറഞ്ഞിട്ട് മാറിക്കാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് മൊത്തം അശ്രദ്ധരാവണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. തബത്തുൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനെക്കുറിച്ചൊക്കെ ഗഫലത്തായി അശ്രദ്ധയിലായി ഇതൊന്നും ശ്രദ്ധിക്കാൻ നടക്കണം എന്നർത്ഥമല്ല. അങ്ങനെ ചില ആൾക്കാർ ധരിക്കാറുണ്ട്, അത് തെറ്റാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ എല്ലാതും ഇബാദത്താണല്ലോ. അപ്പോൾ അള്ളാഹുവിലേക്ക് കൃത്യമായി പൂർണ്ണമായി അടുക്കുക എന്ന് പറഞ്ഞാൽ സാമൂഹിക സേവനം ചെയ്തിട്ടും അടുക്കാം. നേത്ര പദവിയിൽ വേണ്ടെന്നല്ലേ ഉള്ളൂ. എന്താ എല്ലാവർക്കും ചെയ്തുകൂടെ? അത് ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തൂടെ? പിന്നെ ആളുകളെ സഹായിച്ചൂടെ? കുടുംബത്തെ നേരെ നോക്കിക്കൂടെ? അതൊക്കെ ഇബാദത്തല്ലേ? ഉറങ്ങണത് ഇബാദത്തല്ലേ? മക്കളോട് കളിക്കുന്നത് ഇബാദത്തല്ലേ? മക്കൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നത് ഇബാദത്തല്ലേ? ഭാര്യമാരുടെ സംസാരങ്ങൾ അത് ഇബാദത്തല്ലേ? ആളുകളോട് കടപ്പാട് വീട്ടുന്നത്, കല്യാണത്തിന് പങ്കെടുക്കുന്നത്, പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത്, ക്ഷണിച്ചാൽ മനുഷ്യൻ ക്ഷണിച്ചാൽ പോകുന്നത്, ഇതൊക്കെ ഇബാദത്തല്ലേ? ഇതിലൂടെയൊക്കെ അള്ളാഹുവിനോട് അടുത്തൂടെ? അപ്പോൾ ഇതൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഇബാദത്താണ്, ഒരു തബത്തുലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും ഒഴിവാക്കിയിട്ട് സന്യാസമല്ല എന്നർത്ഥം. അപ്പോൾ ആളുകളെ കൂടെ നമ്മൾ സങ്കടത്തിൽ പങ്കുചേരണം, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരണം. ഇതൊക്കെ ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മൾ എന്താക്കണം? അള്ളാഹുവിലേക്ക് എത്തണം. ഈ കാര്യങ്ങളൊക്കെ ശരീരം കൊണ്ട് നമ്മൾ ആളുകളുടെ ഇടയിലാവണം. ശരീരം കൊണ്ട് നമ്മൾ ആളുകളുടെ ഇടയിൽ തന്നെ വേണം. പക്ഷെ നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കണക്റ്റഡ് ആവണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു എന്നൊരു ചിന്ത വരണം. നമ്മുടെ റൂഹ് എപ്പോഴും റബ്ബുമായി, റബ്ബിൻ്റെ അർശിൻ്റെ ചുറ്റുമായിരിക്കണം. അള്ളാഹുവിനോട് സംസാരിക്കണം, അള്ളാഹുവിനെ കാണുന്ന രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതേസമയം ആളുകളുടെ ഇടയിൽ നമ്മുടെ ജിസ്മുണ്ട്, ജസദുണ്ട്. അവരുടെ സന്തോഷത്തിൽ, അവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ സന്തോഷത്തിൽ അവരെ സഹായിക്കുകയൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൽ പറയപ്പെട്ട തബത്തുൽ. അതല്ലാതെ പരിപൂർണമായി എല്ലാം ഇട്ടെറിഞ്ഞ് കാട്ടിലേക്ക് മണ്ടിപ്പോയി സന്യാസം എന്ന് പറഞ്ഞ ആ ഒരു ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെയുള്ള സന്യാസം ഇസ്ലാമിലില്ല. തബത്തുൽ രണ്ട് രൂപത്തിലുണ്ട്. മശ്റൂഉമുണ്ട്, ഗൈറു മശ്റൂഉമുണ്ട്. മശ്റൂഉമുണ്ട്, മംനൂഉമുണ്ട്. അങ്ങനെ പറയാം. മശ്റൂ എന്ന് പറഞ്ഞാൽ നിയമവിധേയമായ തബത്തുൽ. മംനൂ എന്ന് പറഞ്ഞാൽ നിയമവിധേയമല്ലാത്ത, പാടില്ലാത്ത. മശ്റൂഉൻ അല്ലെങ്കിൽ ഗൈറു മശ്റൂഉൻ, അല്ലെങ്കിൽ മശ്റൂഉൻ വ മംനൂഉൻ, രണ്ട് നിലക്കും പറയാം. രണ്ട് രൂപത്തിലുള്ള തബത്തുലുണ്ട്. അത് പിന്നെ രണ്ടും നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞ തബത്തുലുണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞ തബത്തുലുണ്ട്. ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു ബാധ്യതകളും നിർവഹിക്കാതെ ഞാൻ അള്ളാൻ്റെ അടുത്തേക്കും പോകാമെന്ന് പറഞ്ഞിട്ട് പെരയിൽ നിന്ന് ഇറങ്ങിയാണ് പോവുക. കുട്ടികളവിടെ പട്ടിണിയാവും, ഓരോ നോക്കാൻ ആളുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഉത്തരവാദിത്ത നിർവഹണം ഓടിച്ചോളി പോകുന്ന ആൾക്കല്ലേ സന്യാസം എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടാവും, കല്യാണം കഴിക്കൂല, എനിക്ക് കല്യാണം വേണ്ട, പെണ്ണ് വേണ്ട, പുറത്തുപോയി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ആൾക്കാരെ ഞാനൊരു സംഗതിക്കില്ല, എന്നൊന്നും കണക്കൂട്ടണ്ട, ഞാൻ അള്ളാഹുവിലേക്ക് പരിപൂർണമായി മടങ്ങാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സന്യാസം ആചരിക്കാൻ അതൊന്നും പറ്റില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. ഇതിൽ നമ്മൾ പിന്നെ ഈ മശ്റൂ ആയ, അനുവദനീയമായ, നമ്മൾ ചെയ്യേണ്ട, കൊണ്ടു നടക്കേണ്ട തബത്തുൽ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെയാണ് അത് നിർവഹിക്കേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് എണ്ണി പറയണം. 3-4 വിഷയങ്ങളുണ്ട്. അതിനുശേഷം പാടില്ലാത്തതാണ് ഏതാണ്, ഇന്ന് അതെങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്ന് മറ്റു മതങ്ങളിൽ അതുണ്ടോ ഇല്ലേ, അതുപോലെയാണ് നമ്മളോട് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിശദമായി പറയണം. അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.